ये शाहिदा बीवी हैं। केरल सरकार की पहल की बदौलत बुढ़ापे में शाहिदा के पास अब अपना घर है। केरल के तिरुवनंतपुरम में उनको नए घर के लिए फंडिंग सरकार से मिली। अब ये उनकी सुरक्षा का जरिया है। शाहिदा और उनकी 22 साल की दृष्टि बाधित बेटी के लिए ये एक नई शुरुआत है। ഇപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷം 12 വർഷമായി. അതിനുശേഷം പിന്നെ മാറി തിരിഞ്ഞു ഓരോരുത്തരുടെ വീട്ടിലൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചുമോളോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാറി തിരിഞ്ഞൊക്കെ നിന്ന് മഴയൊന്ന് പിടിഞ്ഞൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേർ താമസിച്ച് ഇടിഞ്ഞ് വീണ് പോയ ഷീറ്റല്ലായിരുന്നു. ഒരു സൈഡ് അടുക്കളയൊക്കെ അങ്ങ് ഇടിഞ്ഞ് വീഴുന്നു പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെയാണ് മാറി തിരിഞ്ഞൊക്കെ നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ലോണും കിട്ടി. എല്ലാവരുടെ സഹായത്താൽ ഇപ്പം ചെറുതായിട്ട് ഇത്രയായി കിട്ടി. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പോൾ. कई बीमारियों से जूझ रहे सोमन और उनका परिवार राज्य सरकार के अत्यधिक गरीबी उन्मूलन कार्यक्रम के लाभार्थियों में से हैं। बीमारियों की वजह से परिवार के लिए गुजारा करना बड़ी चुनौती बन गया। परिवार का कोई भी सदस्य ऐसा नहीं था जो रोजी रोटी कमाकर सभी का पेट पाल सके। आज EPEP के तहत वे ऐसे मकान में रहते हैं जिसका किराया सरकार अदा करती है। इतना ही नहीं, उन्हें नियमित रूप से भोजन भी मिलता है। എനിക്ക് ജോലിക്ക് പോകാൻ വയ്യായിരുന്നു. പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ മാസമായിട്ട് ഞാൻ കിടപ്പായിരുന്നു. അവനെ കൊണ്ട് എനിക്കിപ്പം ജോലിക്ക് പോകാത്തതിനെ കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടും വന്നത്. അവളെ ചിലവാണ് എൻ്റെ മൂത്ത ഇളയമോളെ ചിലവ്. അവളും ഇപ്പം ഒരു മാസം കൊണ്ട് വയ്യാതെ കിടക്കുന്നു. അല്ലാതെ ആരും കൊണ്ട് തരാനും ഇല്ല. എൻ്റെ ഭർത്താവിനും വയ്യാതെ കിടപ്പായിരുന്നു. ഇപ്പം അവന് ഇത്തിരി വെച്ചൊക്കെ നടക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് കിട്ടണ്, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് കിട്ടണ്. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകണം. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ കിട്ടി, ചോറൊക്കെ മറ്റേ ഇത് കുടുംബശ്രീയുടെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. വരുമാനം ഞാൻ പോണത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല. അമ്മയ്ക്ക് അച്ഛനും പെൻഷനുണ്ട്. सोमन के परिवार को 20 चयनित परिवारों में से चुना गया। अब उनके लिए घर बनवाया जा रहा है। इसने उनके लिए नई उम्मीदें जगाई हैं। നമ്മുടെ കുടുംബശ്രീയിലെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ കൊണ്ടൊരു സർവേ, വളരെ സത്യസന്ധമായ ഒരു സർവേ എടുക്കുകയും ആ സർവേയുടെ ഫലമായിട്ട് ഞങ്ങൾ 4 പേരെ കണ്ടെടുക്കുകയും ആ 4 പേര് ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ ഈ കുടുംബശ്രീയിലെ എല്ലാവരും കൂടി ഇരുന്ന് ഒത്തൊരുമിച്ച് നോക്കുമ്പോൾ ഇതിന് അർഹത എന്ന് പറയുന്നത് സോമനാണെന്ന് കണ്ടെത്തുകയും വീട് അടക്കം വാടകയ്ക്ക് എടുത്തു കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണം 3 നേരത്തെ ഭക്ഷണം ഇവർക്ക് പഞ്ചായത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് സ്ഥലവും വീട്ടിൻ്റെ പണി ഏകദേശം പൂർത്തീകരണ വക്കിലാണ്. सुधा 17 साल के मानसिक रूप से विक्षिप्त बेटे की मां हैं, जो अकेले ही उसका पालन पोषण कर रही हैं। कुछ वक्त पहले तक वे ऐसे घर में रहने के लिए मजबूर थे जिसकी छत और दीवारें टूटी हुई थी। सरकार की योजना के तहत सुधा को अपने घर की मरम्मत के लिए वित्तीय मदद मिली। अब उन्हें मासिक पेंशन भी मिलती है. അകത്തൊക്കെ ചോരും പൊട്ടും എല്ലാം ചെയ്യും. പിന്നെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പേപ്പറുകളൊക്കെ ശരിയാക്കി പഞ്ചായത്ത് വന്നിട്ട് പെൻഷനൊക്കെ ഉണ്ട്. കൂടെ പറക്ക രോഗികളും അത് ഇത്തിരി കഷ്ടത്തില്ല കഴിയുന്നത്. ഞാനും ഇതല്ലാണ്. പിന്നെ ഭർത്താവിൻ്റെ ആൾക്കാർ അങ്ങനെ ഇതൊന്നും ഇല്ല, ബന്ധങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പോണ്. എനിക്ക് ഷുഗർ, BP, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്, അസുഖമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് മോന് കഴിഞ്ഞു പോണ്. स्थानीय स्वशासन विभाग द्वारा संचालित अत्यधिक गरीबी उन्मूलन कार्यक्रम में 64,006 ऐसे परिवार को मदद और सहारा दिया है और बद से बदतर हालातों से उबारा है. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ്. ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ. അപ്പോൾ ആ പട്ടികയിലേക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നാം നേടുന്നത്. ഇത് ലോകമാകെ അംഗീകരിക്കുന്ന
കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്ന നേട്ടമാണ്. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര സംയോജിത പദ്ധതി നടപ്പാക്കുക എന്നത്. അന്ന് ലക്ഷ്യമിട്ടത് 2025 നവംബർ 1 ആകുമ്പോഴേക്കും ഈ ലക്ഷ്യം കൈവരിക്കണം എന്നതാണ്. കൃത്യമായി ആ സമയബന്ധിതമായി തന്നെ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കുറെ 99% കൈവരിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും ദിവസം കൊണ്ട് 100%-ത്തിലെത്തും. केरल सरकार ने 2021 में अत्यधिक गरीबी उन्मूलन को अपना खास मकसद बनाया था। 1 नवंबर को केरल 69 साल का हो जाएगा, तो ये प्रदेश इस लक्ष्य को हासिल करने वाला देश का पहला राज्य घोषित किया जाएगा।